ഞാനും പൊന്നും തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്നത് ഫസ്റ്റ് ടൈം മന്ത് ആകുമ്പം, അതായത് സെപ്റ്റംബറിലാകുമ്പോഴത്തേക്ക് 7 വയസ്സാവും. അപ്പം ഈ ഒരു 7 വയസ്സിലേക്ക് ഞാനും അവളും ഇതുവരെ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പറഞ്ഞു, എന്താണ് വിശേഷം? നമ്മൾ എന്താണ് ഇങ്ങനെ ഇരുട്ടത്തിരിക്കണേന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? ഇന്നെന്താണ് നമ്മളെ പ്രത്യേകത? നാട്ടിൽ പോവാണ്. പൊന്നുകുട്ടി ഇന്ന് നാട്ടില് പോവാണ്. പൊന്നുകുട്ടി ആഫ്റ്റർ എ ലോങ് ടൈം ബാക്ക് അല്ലെ പൊന്നെ? 3 വർഷത്തിന് ശേഷം പൊന്നുകുട്ടി നാട്ടിൽ പോവാണ്. ആരെ കൂടിയാ പൊന്നു പോകുന്നേ? ഞാൻ ഒറ്റയ്ക്ക് പോവും. പൊന്നുകുട്ടി ഒറ്റയ്ക്കാണ് നാട്ടില് പോകുന്നത്. ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് പൊന്നുകുട്ടി റെഡിയായൊക്കെ നിൽക്കുകയാണ്. നമ്മൾ ഓൺ ദ വേ ടു എയർപോർട്ടാണ്. ഇപ്പൊ ഇവിടെ ഒരു 2:45 കാണാം. 5 മണിക്കാണ് ഫ്ലൈറ്റ്. ഇൻഡിഗോയിലാണ് പൊന്നുകുട്ടി പോകുന്നത്. പൊന്നുകുട്ടി ഒറ്റയ്ക്ക് പോകുന്നതിന്റെ ആ ഒരു എന്താ പറയാ എക്സൈറ്റ്മെന്റ് ഒക്കെ നമുക്കും ഉണ്ട്. ഫസ്റ്റ് ടൈം ആണ് പൊന്നു ഇങ്ങനെ പോകുന്നത്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോ പൊന്നുകുട്ടി നാട്ടിൽ പോകുന്നതിനെ കുറിച്ചാണല്ലേ പൊന്നുകുട്ടി? മിസ് യു പൊന്ന. അപ്പൊ ബാക്കി വീഡിയോ നമുക്ക് എയർപോർട്ടിൽ പോയിട്ട് കാണാം. Funny. അത് പിടിച്ചെന്നേ. അപ്പോൾ ബോർഡിംഗ് എല്ലാം കഴിഞ്ഞ് പൊന്നുകുട്ടീനെ അവർ വന്ന് കൊണ്ടുപോയി. പെട്ടെന്ന് അവർ വന്ന് എൻ്റെ അടുത്തുനിന്ന് കൊണ്ടുപോയപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിപ്പോയി. ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞതുമില്ല. ഞാനിങ്ങ് പുറത്തിറങ്ങി വന്നു. ഹലോ, അപ്പോൾ അതേ പൊന്നുവിനെ യാത്ര ആക്കിയിട്ട് വന്നിരിക്കുകയാണ്. എന്താ പറയുക, ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പൊന്നൂന് ഞാൻ ഡെലിവറി കഴിഞ്ഞതിന് ശേഷം ഞാനും പൊന്നും തമ്മിൽ പിരിഞ്ഞ് നിൽക്കുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു വിഷമമുണ്ട്. അത് എങ്ങനെ പറഞ്ഞറിയിക്കണമെന്നറിയില്ല. ഈ ഒരു 7 വയസ്സിലേക്ക് ഞാനും അവളും ഇതുവരെ ഇങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല. അപ്പം അതിൻ്റെ ഫസ്റ്റ് ടൈമത്തെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഫീലിങ്സാണ്. കുഴപ്പമില്ല. പിന്നെ അങ്കി ചോദിക്കും, നിങ്ങൾ എന്തിനാണ് വിട്ടത് എന്ന് ചോദിക്കും. അത് ഇപ്പോൾ വെക്കേഷനാണ്. അപ്പം അവൾ ഇവിടെ ബോറടിക്കുന്നുണ്ട് അവൾക്ക്. അതുപോലെ ഉടനെ ഞാൻ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ അമ്മയൊക്കെ പറഞ്ഞു, ഞാൻ 15 ദിവസത്തേക്ക് നാട്ടിൽ പോകുന്നത്. അപ്പം കുഞ്ഞ് വന്നാലും അധികം ദിവസം വീട്ടിൽ നിൽക്കുന്നില്ലല്ലോ, അധികം കുഞ്ഞിനെ കാണാൻ കിട്ടുന്നില്ല. അപ്പം എന്തായാലും അവിടെ വെക്കേഷനല്ലേ, അവളെ ഇങ്ങ് കയറ്റി വിടുന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചോദിച്ചപ്പം അവളും ഓക്കെ ആണ്, പോകാം എന്ന് പറഞ്ഞു. നമ്മളെല്ലാവരും പോകുന്നുണ്ട്. നാട്ടിലൊരു ഫംഗ്ഷൻ ഉണ്ട്. ഫംഗ്ഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ നാട്ടിൽ പോയതിന് ശേഷം ഞാൻ പറയാം എന്താണ് ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ളത്. അപ്പം നമ്മൾ പൊന്നിക്കുട്ടി എല്ലാ ചെക്കിങ് ഒക്കെ കഴിഞ്ഞു. ബോർഡിംഗ് പാസ്സൊക്കെ എടുത്ത് മുകളിൽ ഒരാൾ വന്ന് കൊണ്ടുപോയിട്ടിട്ട്, പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് വിടുന്ന അങ്ങനത്തെ ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. കുഞ്ഞിനെ ഒറ്റയ്ക്ക് വിടുന്ന രീതിക്കുള്ള ടിക്കറ്റ് ഉണ്ട്. അപ്പം അതിന് നമ്മൾ ടിക്കറ്റ് അല്ലാണ്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൂടെ കൊടുക്കണം. ഇൻഡിഗോയിൽ 240 ആയിരുന്നു എന്ന് തോന്നുന്നു. ടിക്കറ്റ് പ്ലസ് 240 ആയിരുന്നു എന്ന് തോന്നുന്നു റേറ്റ്. അപ്പോൾ നമ്മൾ നമ്മൾ ലഗേജ് വിടുന്നത് വരെ നമ്മൾ കൂടെ നിൽക്കാം. അത് കഴിയുമ്പോൾ ഒരാൾ വന്ന് കുട്ടീനെ കൂട്ടിക്കൊണ്ട് പോയി സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് ഇരുത്തും. അവർ തന്നെ കൊണ്ടുവന്ന് ഫ്ലൈറ്റിൽ കയറ്റും. എന്നിട്ട്
നാട്ടിൽ നമ്മൾ ആരെയാണ് ഒരു ഡീറ്റെയിൽസ് കൊടുക്കണം, കുട്ടീനെ ആരാണ് കൂട്ടാൻ വരുന്നത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കണം. അവരുടെ കയ്യിൽ കുട്ടീനെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് കൊടുക്കണം. പക്ഷേ ബൈ ചാൻസ് എൻ്റെ നാത്തൂൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരൻ ഇവിടെയുണ്ട്, പുള്ളിക്കാരൻ എമർജൻസി ആയിട്ട് നാട്ടിൽ പോകുന്നുണ്ട്. അപ്പോൾ ടിക്കറ്റ് എടുത്തത് സെയിം ഫ്ലൈറ്റാണ്. അപ്പം അതൊരു ആശ്വാസമുണ്ട്, അറിയാവുന്ന ഒരാൾ ഫ്ലൈറ്റിൽ തന്നെ ഉണ്ടെന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു അടുത്തടുത്ത് സീറ്റ് കൊടുക്കാമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല, അത് പറ്റത്തില്ല, അങ്ങനെ പറ്റത്തില്ല. കാരണം ഇങ്ങനെ പോകുന്ന കുട്ടികൾക്ക് സെപ്പറേറ്റ് അവരെ, അതായത് എയർ ഹോസ്റ്റേഴ്സിന് പെട്ടെന്ന് അവരെ അപ്പിയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഇരുത്തത്തുള്ളൂ. അത് ഫസ്റ്റ് പ്രിഫറൻസ് അവർക്ക് കൊടുത്ത് അവരെ ഇരുത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ അടുത്തടുത്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തെങ്കിലും എമർജൻസി ഉണ്ടെങ്കിൽ വിളിക്കണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയാണ് പൊന്നു പോയിരിക്കുന്നത്. ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ പൊന്നു നാട്ടിൽ പോയിട്ട് എന്താവുമെന്ന് അറിയില്ല. പൊന്നു എനിക്ക് തോന്നുന്നു 3 വർഷം ആകാറായി പൊന്നു നാട്ടിൽ പോയിട്ട്. അതും നമ്മളെ കൂടെ പോയിട്ടുള്ളൂ. ഫസ്റ്റ് ടൈമാണ് ഒറ്റയ്ക്ക് പോകുന്നത്, നമ്മളില്ലാണ്ട്. എന്നെ പിരിഞ്ഞ് നിൽക്കുന്നതും ആദ്യമായിട്ടാണ്. ഞാൻ ഇനിയൊരു 2 വീക്സ് അല്ലെങ്കിൽ ഒരു 3 വീക്സ് കഴിയുമ്പോൾ ഞാനും പോകും. ഞാൻ പറഞ്ഞല്ലോ നാട്ടിൽ ഫങ്ഷൻ്റെ വിശേഷങ്ങളൊക്കെ നാട്ടിൽ പോയിട്ട് കാണാം. നാട്ടിൽ പോയിട്ട് വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ ഓരോരോ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. പിന്നെ ഇനി ആരെങ്കിലും കുട്ടികളെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാൻ ഇങ്ങനെ ആഗ്രഹിച്ച് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്യുക. കുട്ടികൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇതിപ്പോൾ പൊന്നു വിളിച്ചിരുന്നു, പൊന്നു ഓക്കെ ആയിട്ടിരിക്കുന്നുണ്ട്, പൊന്നു പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. അമ്മ ഞാൻ ഓക്കെ ആണ്, അമ്മ ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്, ഇവിടെ ഒത്തിരി ആൾക്കാരുണ്ട്, ഓക്കെ ബൈ ബൈ എന്നൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, പോയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുട്ടികൾ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് ഡോക്യുമെൻസിൻ്റെ കാര്യമുണ്ട്. കാരണം ഇവർ PCR വേണം, കാരണം അവർ വാക്സിനേറ്റഡ് അല്ലാത്തത് കൊണ്ട് PCR വേണം. അപ്പോൾ PCR എടുത്തതിൻ്റെ 72 hours മുന്നത്തെ PCR റിപ്പോർട്ടാണ് ഇൻഡിഗോയിൽ അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ PCR റിപ്പോർട്ട് എടുക്കുക, അത് റിസൾട്ട് കിട്ടിയതിന് ശേഷം എയർ സുവിധ ആപ്പിൽ അത് അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു റിപ്പോർട്ട് അവർ അയച്ചു തരും. അതിൻ്റെയും PCR-ൻ്റെയും ഒക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് വെക്കണം, പ്രിൻ്റ് ഔട്ട് വേണം. പിന്നെ ഏത് ഫ്ലൈറ്റാണോ, ഇപ്പോൾ ഇൻഡിഗോ ആയാലും എയർ ഇന്ത്യ ആയാലും എയർ അറേബ്യക്ക് ഇങ്ങനെ കുട്ടികളെ ഒറ്റയ്ക്ക് കൊണ്ടുപോകുന്ന സർവീസ് ഇല്ല കേട്ടോ, ഞാനത് ചോദിച്ചായിരുന്നു. അപ്പോൾ വേറെ ഏത് ഫ്ലൈറ്റ് ആണെങ്കിലും അതിൻ്റേതായ ഒരു ഫോം ഉണ്ട്, അതിൻ്റെ 4 കോപ്പി എടുത്ത് വെക്കണം. അതിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് അതിൽ നമ്മളുടെ ഡീറ്റെയിൽസും കുട്ടീൻ്റെ ഡീറ്റെയിൽസും പിന്നെ കുട്ടീനെ ആരാണോ നാട്ടിൽ റിസീവ് ചെയ്യുന്നത് അവരുടെ അഡ്രസ്സും പേരും ഫോൺ നമ്പറും ഒക്കെ കൊടുക്കാനുള്ള ഒരു ഡീറ്റെയിൽസ് പേപ്പർ. ആ ഫോം ഞാൻ ഒക്കുമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ ടാഗ് ചെയ്തിട്ടേക്കാം. അപ്പം അതും ഫില്ല് ചെയ്തിൻ്റെ 4 കോപ്പി ആയിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മളെ പാസ്പോർട്ടും ഇത്രയും കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവരെല്ലാം വന്ന് നോക്കി ഡീറ്റെയിൽ ഒക്കെ എടുത്തിട്ട് കുട്ടികളെ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇരുത്തിയിട്ട് ഫ്ലൈറ്റ് വരുമ്പോഴത്തേക്ക് കുട്ടികൾ അവർ തന്നെ വിളിച്ച് ഫ്ലൈറ്റിനകത്ത് കൊണ്ടുവന്ന് ഇരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പം ഒന്നും പേടിക്കേണ്ട എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. ഞാൻ അവരെ കണ്ടു, സംസാരിച്ചു. ഒന്നും പേടിക്കേണ്ട, നമുക്ക് ആദ്യമായിട്ട് വിടുന്നതിന് കൊണ്ടുള്ള ഒരു ടെൻഷൻ. ചിലപ്പോൾ ഇനി അത് ഓക്കെ ആവും, നാട്ടിലെത്തിക്കഴിഞ്ഞതിനൊക്കെ ശേഷം ഓക്കെ ആവും. ഇനി പോകുമ്പോഴത്തേക്ക് ഈ ഒരു എന്താ പറയുക, ഈ ഒരു ടെൻഷൻ ഇല്ല. പിന്നെ ഫസ്റ്റ് ടൈം പൊന്നിനെ പിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഒരു എന്താ പറയുക, അത് അമ്മമാർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. കുട്ടികളെ പിരിഞ്ഞ് നിൽക്കുന്ന അമ്മമാർക്ക് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് മനസ്സിലാകും എന്നാണ് എൻ്റെ വിശ്വാസം. മനസ്സിലാകും. അപ്പോൾ ഇതായിരുന്നു നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ. പൊന്നുകുട്ടി അവിടെ ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് എടുത്ത് എനിക്ക് അയച്ചു തരാൻ പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടിയതിന് ശേഷം ഞാൻ അതും ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് വെക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതുതായി കാണുന്ന സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് അതുവരെ ബൈ ബൈ.